അങ്ങനെ ഷാജി പാപ്പന്റെയും കൂട്ടുകാരുടെയും മൂന്നാം വരവ്, അതാണ് ആട് 3. ഭയങ്കര ഹൈപ്പായിരുന്നു. ടൈം ട്രാവൽ മെറ്റേഴ്സും അതുപോലെ തന്നെ എന്താ പറയുക പീരീഡ് പോർഷൻ എല്ലാം കൂടി സമന്വയിപ്പിച്ചാണ് ഈ പടം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഒക്കെ ഉണ്ട്, ഒരു ഹൈപ്പൊക്കെ ഉണ്ട്, ഡെഫിനറ്റ്ലി ഒരു അൺപ്രഡിക്റ്റബിലിറ്റി, അതായിരുന്നു ആ പടത്തിന്റെ മെയിൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. സോ എനിവേസ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാലോ, ഭയങ്കര ഇഡിയോട്ടിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഷാജി പാപ്പനും കൂട്ടരും, അതുപോലെ തന്നെ ഡ്യൂഡ്, സർബത്ത് ഷമീർ മുതലായിട്ടുള്ള സാത്താൻ സേവിയർ, ആളുടെ ഇൻട്രോ കൊള്ളായിരുന്നു, സാത്താൻ സേവിയറിന്റെ ഇൻട്രോ ഒക്കെ കൊള്ളായിരുന്നു, റീ എൻട്രി കൊള്ളായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു പാസ്റ്റ് പീരീഡും കൂടി ആ സമന്വയിപ്പിച്ചുള്ള ആ ഒരു കാലഘട്ടം, അതൊക്കെ ഒരു വളരെ അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്നു. പടം തീരുന്നില്ല, ഇനിയും നെക്സ്റ്റ് പാർട്ട് കൂടി ഉണ്ടെന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് പടം അവസാനിക്കുന്നത്. സോ ജസ്റ്റ് ഷാജി പാപ്പന്റെയും മറ്റുള്ള കൂട്ടുകാരുടെയും ആ ഒരു ഗിമിക്സ്, അവരുടെ ആ ഒരു ഫണ്ണ്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു സിറ്റുവേഷണൽ കോമഡീസ്, ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സെറ്റിങ് കാര്യങ്ങൾ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു പാസ്റ്റും അതുപോലെ തന്നെ പ്രസന്റും കൂടെ, ടൈം ട്രാവലും എല്ലാ കൺസെപ്റ്റുകളും കൂടെ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫൺ റൈഡാണ്. ലോജിക്കൊക്കെ മാറ്റി നിർത്തിയിട്ട് വളരെ കൂളായിട്ട് കണ്ടു തീർക്കാവുന്ന ഒരു മൂവിയാണ് ഈ സിനിമ.